കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതേവരെ അടുക്കളത്തോട്ടം ഒരുക്കിയിട്ടില്ലേ? എങ്കിൽ ഒരു ചെറിയ പച്ചക്കറി തോട്ടം ഒരുക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ ജനുവരിയിൽ. അതുപോലെ തന്നെ അടുക്കളത്തോട്ടം ഉള്ളവർക്കാണെങ്കിൽ നിലവിലുള്ളത് ഒന്നുകൂടി വിപുലമാക്കാൻ ഉചിതമായ സീസണും ജനുവരി തന്നെയാണ്. ഈ പുതുവർഷത്തിൽ കൃഷിയോട് താല്പര്യമുള്ള എല്ലാവരും വിഷാംശമൊന്നുമില്ലാത്ത ജൈവ രീതിയിൽ ഒരു അടുക്കളത്തോട്ടം തയ്യാറാക്കാൻ തുടക്കം കുറിക്കണം. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചെറിയ ഒരു മഞ്ഞുള്ള സമയമായതിനാൽ പച്ചക്കറികൾ സമൃദ്ധമായി വളർന്ന് വിളവെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ജനുവരി മാസത്തിൽ കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന പച്ചക്കറി ഇനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ജനുവരി മാസത്തിൽ നന്നായി വിളവ് തരുന്ന ഏറ്റവും ആദ്യത്തെ പച്ചക്കറിയാണ് ഇലവർഗത്തിൽപ്പെട്ട ചീരകൾ. ഇത് കണ്ടില്ലേ, ചുവന്ന ചീര, അതുപോലെ പച്ച ചീര. നല്ല കരുത്തായിട്ടാണ് ഇതൊക്കെ വളർന്നു വരുന്നത്. യാതൊരു കീടശല്യവും ഇതുവരെ ഇവക്കൊന്നും ബാധിച്ചിട്ടില്ല. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കൃഷിയിടത്തിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രം മതി, കീടങ്ങളൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് എല്ലാ കൃഷിയും നമുക്ക് വളർത്തി കായ്ഫലം കിട്ടും. അതുപോലെ വള്ളിച്ചീര, പാലക്ക് ചീര, അങ്ങനെ എല്ലാ ചീരകളും ജനുവരി മാസത്തിൽ തന്നെ നട്ടു വളർത്താൻ പറ്റുന്നവയാണ്. ചീരയുടെ വിത്തുകൾ കടുക് മണിയേക്കാൾ വളരെ ചെറിയ വിത്തുകളാണ്. ഇത് ഞാൻ ഒരു 4 ദിവസം മുമ്പ് പാകിയ വിത്തുകളാണ്. എല്ലാം ഒരേപോലെ മുളച്ചു വന്നിട്ടുണ്ട്. അതേ തൈകൾ തന്നെ കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു പരുവമാണ് ഇത്. ഇവയിൽ നിന്നും കരുത്തുള്ള തൈകൾ ഓരോന്നോരോന്നായി മെല്ലെ വേരൊന്നും പൊട്ടാതെ ഇളക്കി മാറ്റി നടണം. എല്ലാം കൂടി കട്ട കൊത്തി നിന്ന് കഴിഞ്ഞാൽ ഒന്നിനും വളർച്ചയില്ലാതെ നിൽക്കും. അപ്പോൾ വലുത് നോക്കി ഇളക്കി നട്ടാൽ മതി. എന്നാൽ മാത്രമേ ചീര നന്നായി വളരുകയുള്ളൂ. ചീര കൃഷിക്ക് മണ്ണ് തയ്യാറാക്കുമ്പോൾ നല്ല പോലെ മണ്ണ് കിളച്ച് മണ്ണിലെ കട്ടകളെല്ലാം ഉടച്ച് ലൂസാക്കി മാറ്റണം. വളമായി ചാണകപ്പൊടിയോ കോഴിവളമോ ഒക്കെ ചേർത്ത് മണ്ണ് നല്ലതുപോലെ ഇളക്കി മറച്ചിട്ട് വെള്ളം കൂടി നനച്ച് ചീര വിത്തുകൾ പാകുകയാണെങ്കിൽ നല്ല കരുത്തായിട്ട് എല്ലാ ചീര വിത്തുകളും മുളച്ചു വരും. അപ്പോൾ എല്ലാവരും ചീര കൃഷി, അത് ചുവപ്പ് ചീരയും പച്ച ചീരയും ഇടകലർത്തി കൃഷി ചെയ്താൽ കീടശല്യമൊന്നുമില്ലാതെ സൂപ്പറായിട്ട് വളർന്നു വരും. ചീരകൾ പല ഇനമുണ്ട്. നല്ല ഇനം വിത്തുകൾ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അടുത്തതായി വഴുതനയാണ്. ആകൃതിയും വലിപ്പവും കണക്കിലെടുക്കാതെ എല്ലാ തരം വഴുതനയും ജനുവരി മാസം നടാവുന്നതാണ്. വഴുതന കൃഷിക്ക് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണും നല്ല പോലെ നനക്കാനുള്ള സൗകര്യം എന്നിവ വഴുതനക്ക് അത്യാവശ്യമാണ്. വഴുതന വേഗത്തിൽ വളരുന്നതുകൊണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ വിളവെടുപ്പ് നടത്താൻ പറ്റും. നിത്യവും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇനത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് വഴുതന. അപ്പോൾ എല്ലാവരും ഒരു 3-4 മൂട് വഴുതനയെങ്കിലും നടാനായി ശ്രമിക്കുക. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ജൈവവളമായി ചാണകം, എല്ലുപൊടി, കോഴിവളം ഇതൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ വഴുതനയിൽ നിന്നും നന്നായിട്ട് വിളവ് ലഭിക്കും. അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ നട്ടുകഴിഞ്ഞാൽ പടർന്ന് പന്തലിച്ച് വിളവ് തരുന്ന മറ്റൊരു വർഗ്ഗമാണ് വെള്ളരി വർഗ്ഗങ്ങൾ. അതിൽ ഒന്നാമത്തേത് പാവല് തന്നെയാണ്. ഈ ഒരു പാവല് കണ്ടോ, ഇതിൽ പാവൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മത്തൻ, കുമ്പളം ഇതൊക്കെ ജനുവരി മാസത്തിൽ കൂടുതൽ വിളവ് തരുന്ന കൃഷികൾ തന്നെയാണ്. ഇവിടെ മത്തനും കുമ്പളവും വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. കുമ്പളത്തിൽ 1-2 കുമ്പളം ഉണ്ടായിട്ടുമുണ്ട്. അതുപോലെ പടവലം, പീച്ചിൽ, സലാഡ് വെള്ളരി, അതായത് കുക്കുംബർ, ഇതൊക്കെ നമുക്ക് ജനുവരിയിൽ നടാവുന്ന കൃഷി തന്നെയാണ്. ഇത് ഹൈബ്രിഡ് ഇനങ്ങളായ സലാഡ് വെള്ളരിയാണ്. അപ്പോൾ വള്ളി വർഗത്തിൽപ്പെട്ട എല്ലാ ചെടികളും, പാവലും പടവലവും വെള്ളരിയും കുമ്പളവും മത്തനും പീച്ചിലും ഒക്കെ നടാൻ പറ്റിയ സമയം കൂടിയാണ് ജനുവരി. അതുപോലെ അടുത്തതായി വെണ്ട കൃഷിയാണ്. അത് എല്ലാ തരത്തിലുള്ള വെണ്ടയും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന മാസം തന്നെയാണ് ജനുവരി. തൈ വെച്ചോ വിത്ത് പാകിയോ ഒക്കെ വളർത്തിയെടുക്കാവുന്ന ഒന്ന് തന്നെയാണ് വെണ്ട കൃഷി. വെണ്ട തൈകൾ നിങ്ങൾക്ക് ചാക്കിലോ ചെടിച്ചട്ടികളിലോ ഗ്രോ ബാഗിലോ നിലത്തോ ഒക്കെ നടാവുന്നതാണ്. വെണ്ടയുടെ വിത്ത് പാകി മുളച്ച് 6 ഇല പ്രായമാകുമ്പോൾ അതിൻ്റെ കൂമ്പൊന്ന് നുള്ളി വിടണം. എന്നാൽ മാത്രമേ കൂടുതൽ ശാഖകൾ വന്ന് നിറയെ കായ്ക്കുകയുള്ളൂ. വെണ്ടയുടെ പ്രധാന കീടശല്യം ഇലചുരുട്ടിപ്പുഴുവാണ്. ഇലചുരുട്ടിപ്പുഴുവിനെ പിടികൂടി നശിപ്പിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. അതിൻ്റെ കൂടെ ബിവേറിയ 2.5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെണ്ടയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലചുരുട്ടിപ്പുഴുവിൻ്റെ ഉപദ്രവം മാറിക്കിട്ടും. ഇനി അടുത്തതായി ജനുവരിയിൽ കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് കിട്ടുന്ന മറ്റൊരു ഇനമാണ് പയർ കൃഷി. പയർ കൃഷി എല്ലാ മാസവും കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ്. എങ്കിലും ജനുവരി മാസത്തിലാണ് കൂടുതലായി വിളവ് ലഭിക്കുന്നത് കാണാൻ കഴിയുന്നത്. പയർ കൃഷിക്ക് നേരത്തെ പറഞ്ഞ പോലെ മണ്ണിന് നല്ല ഇളക്കം വേണം.
അതുപോലെ വളം വേണം. 2 ആഴ്ച കൂടുമ്പോൾ വളവും ജൈവ സ്ലറിയും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ പയറിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും. പയറും പല വെറൈറ്റി ഇനത്തിലുണ്ട്. വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അംഗീകൃത ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൂടി നോക്കിയിട്ട് വേണം വിത്തുകൾ വാങ്ങാനായിട്ട്. അപ്പോൾ ജനുവരി കൃഷിയിൽ പയറും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കാബേജ്, കോളിഫ്ലവറും നടാനായിട്ടുള്ള സമയം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചെറുതായി മഞ്ഞും തണുപ്പും നിൽക്കുന്നത് കൊണ്ട് കാബേജും കോളിഫ്ലവറും ഇപ്പോഴും നടാവുന്നതാണ്. കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിത്തുകൾ കിട്ടാനില്ലെങ്കിൽ നഴ്സറികളിൽ നിന്നും അവയുടെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങി കൃഷി ചെയ്താലും മതി. നമ്മുടെ അടുക്കള മുറ്റത്തും നല്ല പോലെ വിളവ് ലഭിക്കുന്ന ഒന്നാണ് കാബേജും കോളിഫ്ലവറും അതൊക്കെ. അതുപോലെ തന്നെ പച്ചമുളക് കൃഷി ഏത് സമയത്തും വിളവ് ലഭിക്കുന്ന ഒന്നാണ് പച്ചമുളക്. പച്ചമുളക് കൃഷിയുടെ വീഡിയോകൾ ഇഷ്ടം പോലെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പച്ചമുളകിനെ പറ്റിയുള്ള എന്ത് സംശയത്തിനും കൃഷി മാസ്റ്ററിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കും. കാരണം കൃഷിയിടത്തിൽ ഏറ്റവും അധികം കീടശല്യം ഏൽക്കുന്ന ഒരു ഇനമാണ് പച്ചമുളക്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും പച്ചമുളക് കൃഷിയെ പറ്റി തന്നെയാണ്. പച്ചമുളകിലും ഇഷ്ടം പോലെ വെറൈറ്റി ഇനങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു വിത്തും കിട്ടിയില്ലെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകിൻ്റെ കുരു വെറുതെ ഒന്ന് വിതറി കൊടുത്താലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇഷ്ടം പോലെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.